സിറിയയെ വിമതർ കീഴടക്കി. സിറിയയിലെ പ്രദേശങ്ങൾ ഓരോന്നായി പിടിച്ചെടുത്തതിനൊപ്പം വിമതർ ജയിലുകളിൽ കഴിയുന്ന തടവുകാരെ മോചിതരാക്കി. 2 പതിറ്റാണ്ടിലേറെയായി സിറിയയുടെ അധികാരം കൈയാളിയ ബാഷർ അൽ അസദിന്റെ കീഴിൽ സിറിയ എങ്ങനെയാണ് കഴിഞ്ഞത്? സിറിയയിലെ ജയിലുകൾ അതിനുത്തരം നൽകുന്നുണ്ട്. സർക്കാരിനെ എതിർക്കുന്നവരെയെല്ലാം തീവ്രവാദ കുറ്റം ആരോപിച്ചായിരുന്നു അസദ് ഭരണകൂടം അറസ്റ്റ് ചെയ്തിരുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മോചിപ്പിക്കപ്പെട്ട കാര്യം വിശ്വസിക്കാനാവുന്നില്ലെന്നാണ് തടവുകാർ പ്രതികരിച്ചത്. പുറം ലോകം കാണാനാവുമെന്ന് വിചാരിച്ചിരുന്നില്ല. സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ശരിക്കും ഒരു പുനർജന്മം കിട്ടിയ പോലെ. തടവുകാരുടെ പ്രതികരണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. അസദ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെട്ടത് 1,36,614 പേരെയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അസദ് സർക്കാരിന്റെ ക്രൂരതയുടെ നേർചിത്രങ്ങളായിരുന്നു സിറിയയിലെ ജയിലുകൾ. ക്രൂരമായ പീഡനം, പട്ടിണിക്കിടൽ, അടി, രോഗികളായ തടവുകാർക്ക് ചികിത്സ നിഷേധിക്കൽ തുടങ്ങിയവയായിരുന്നു സിറിയൻ ജയിലുകളിൽ നടന്നതെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നു. 5000-ഓളം തടവുകാരാണ് ജയിലിൽ ഉണ്ടായിരുന്നതെന്ന് മോചിപ്പിക്കപ്പെട്ട തടവുകാരിൽ ഒരാൾ പറയുന്നുണ്ട്. ജയിലിന് പുറത്തുനിന്ന് വിമത സൈനികരുടെ മുദ്രാവാക്യങ്ങൾ കേട്ടു. ഇതോടെ ഞങ്ങൾ പുറത്തിറങ്ങാനായി വാതിലുകളും ജനലുകളും തകർക്കാൻ തുടങ്ങി. ഉദ്യോഗസ്ഥരും ഗാർഡുമാരും സിവിലിയൻ വസ്ത്രം ധരിച്ച് ഞങ്ങൾക്കൊപ്പം ഇറങ്ങി. വിമതർ പിടികൂടാതിരിക്കാൻ അവരും സാധാരണ വേഷത്തിൽ ഞങ്ങൾക്കൊപ്പം രക്ഷപ്പെടുകയായിരുന്നു, തടവുകാരൻ പറഞ്ഞു. 2011-ൽ സിറിയയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം തുടങ്ങിയ കാലത്ത് പ്രകടനത്തിൽ പങ്കെടുത്തുവെന്ന കുറ്റത്തിനാണ് ഇയാളെ പിടികൂടിയത്. 31 വർഷം തടവായിരുന്നു ലഭിച്ച ശിക്ഷ. ശിക്ഷാ കാലാവധിയുടെ പകുതിയോളം ജയിലിൽ കഴിഞ്ഞു. വിചാരണ പോലുമില്ലാതെയാണ് കഴിഞ്ഞ 7 വർഷമായി സിറിയൻ ജയിലിൽ കഴിഞ്ഞതെന്ന് മറ്റൊരു തടവുകാരൻ വെളിപ്പെടുത്തി. മൃഗങ്ങൾക്ക് പോലും താങ്ങാനാവാത്ത ക്രൂരമായ പീഡനമാണ് ജയിലിൽ നേരിടേണ്ടി വന്നത്. പലപ്പോഴും കനത്ത പീഡനങ്ങൾ മൂലം മരിച്ചു പോകുമെന്ന് തോന്നി. ഒരിക്കലും പുറത്തിറങ്ങാനാകുമെന്ന് കരുതിയിരുന്നില്ലെന്നും അയാൾ പറയുന്നു. 2013-ൽ സിറിയൻ ജയിലുകളിൽ നടക്കുന്ന ക്രൂര പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ദീർഘകാലമായി തുടരുകയായിരുന്നു സിറിയയിൽ ആഭ്യന്തര യുദ്ധം. 2 ആഴ്ച മാത്രം നീണ്ട അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണ് വിമത സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷാം സിറിയയിൽ അധികാരം പിടിച്ചെടുത്തത്. സിറിയയുടെ നിയന്ത്രണം പൂർണ്ണമായും വിമതരുടെ പിടിയിലായി. വിമതർ തലസ്ഥാനമായ ദമാസ്കസ് കീഴടക്കിയതോടെ പ്രസിഡന്റ് ബഷർ അൽ അസദ് രാജ്യം വിട്ടു. ദമാസ്കസിലെ വിമാനത്താവളത്തിൽ നിന്നാണ് വിമാനം അസദിനെയും കൊണ്ട് പറന്നുയർന്നത്. പിന്നീട് വിമാനം റഡാറിൽ നിന്ന് മാഞ്ഞു പോയതായി റിപ്പോർട്ട് വന്നു. പിന്നാലെ വിമാനം തകർന്നെന്നും റിപ്പോർട്ടുകൾ വന്നു. ഒരു ദിവസം മുഴുവൻ അസദിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അസദ് സഞ്ചരിച്ച വിമാനം വെടിവെച്ചിട്ടു എന്നും അതിനിടെ വാർത്തകൾ വന്നു. അസദിനെ കാണാതായി ഒരു ദിവസം പിന്നിടുമ്പോൾ പുതിയ വാർത്ത വരുന്നു. അസദ് മരിച്ചിട്ടില്ല, റഷ്യയിലുണ്ട്. അസദ് മോസ്കോയിലുണ്ടെന്നും റഷ്യ സിറിയൻ നേതാവിന് രാഷ്ട്രീയ അഭയം നൽകിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇക്കാര്യം റഷ്യൻ മീഡിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസദും കുടുംബാംഗങ്ങളും റഷ്യൻ തലസ്ഥാനത്തെത്തിയതായി TSS ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മാനുഷിക കാരണങ്ങളാൽ റഷ്യ അസദിന് അഭയം നൽകിയെന്നും വാർത്താ ഏജൻസി അധികൃതരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു.